കാർട്ടൂൺ ഇഷ്ടമല്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല അല്ലേ? നമുക്ക് മുതിർന്നവരങ്ങനെ കാർട്ടൂൺ കാണാറില്ലെങ്കിലും ചെറിയ കുട്ടികൾക്ക് കാർട്ടൂൺ ഒരു ലഹരി തന്നെയാണ്. അതുമാണല്ലോ. ഞാനൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴും കാർട്ടൂൺ നെറ്റ്വർക്ക് മാത്രമേ കാണാറുള്ളൂ. അതിൽ മെയിനായിട്ട് ടോം ആൻഡ് ജെറി ഉണ്ടാവും, സ്റ്റുവർട്ട് ലിറ്റിൽ ഉണ്ടാവും, റിച്ചി റിച്ച് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ചോട്ടേമിയ, ബഡേമിയ, പുസി കാറ്റ്സ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ 90s കിഡ്സിൻ്റെയാണ്. ഈ 2K കിഡ്സ് ആയപ്പോൾ അത് പിന്നെ നേരെ മാറി കാർട്ടൂണൊക്കെ മലയാളത്തിൽ വരാൻ തുടങ്ങി. കൊച്ചു ടി വി വന്നു, അതിൽ ജാക്കി ചാൻ വന്നു, മായക്കണ്ണം വന്നു, ചോട്ടാ ഭീം വന്നു, സ്റ്റുവർട്ട് ലിറ്റിൽ വന്നു. ഇതൊക്കെ മലയാളത്തിലായി. അവരുടെയൊക്കെ അതായിരുന്നു. അതും അവർക്ക് ലഹരിയായിരുന്നു. ഈ ലഹരിയും പഴയ നൊസ്റ്റാളജിയും പലരും പല ടൈമിൽ ഇങ്ങനെ ഓഫീസിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആക്ച്വലി കാർട്ടൂൺ നമുക്ക് ഇഷ്ടമാവുന്നത്? അതിൻ്റെ ബിസിനസ് തന്ത്രം എന്താണ്? അതാണ് ഞാനിപ്പോൾ ജസ്റ്റ് പറയാൻ പോകുന്നത്. ഞാൻ മെയിനായിട്ട് എല്ലാ കാർട്ടൂണല്ല ഉദ്ദേശിച്ചത്. കെമലിയോൺ പറഞ്ഞിട്ടൊരു കാർട്ടൂൺ ഉണ്ട്. ആക്ച്വലി ഈ കാർട്ടൂണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ കാണുന്ന ഇപ്പോൾ ഈ കെമലിയോൺ കാർട്ടൂണാണ്. അതായത് 7.8 മില്യൺ കുട്ടികൾ ഇപ്പോൾ കെമലിയോൺ കാർട്ടൂൺ കാണുന്നതെന്നാണ് കണക്ക് പ്രകാരം ഉള്ളത്. അതായത് യൂട്യൂബിലൂടെ മാത്രം കെമലിയോൺ കാർട്ടൂൺ 7.8 മില്യൺ കുട്ടികൾ കാണുന്നു എന്നാണ് കണക്ക്. കാരണം സാറ്റലൈറ്റ് വേറെ ഉണ്ട്. കുട്ടികൾ ഏറ്റവും കൂടുതൽ കാണുന്ന കാർട്ടൂൺ ഇപ്പോൾ കെമലിയോണാണ്. പഴയ ടോം ആൻഡ് ജെറി ഒക്കെ പോയി. എന്താ ഇതിന് ആൾക്കാർ ഈ കുട്ടികൾ ഇത് കാണാൻ കാരണം എന്നുള്ള ആൾക്കാർ വിദഗ്ധ സ്റ്റഡി നടത്തിയപ്പോൾ അതിന് മനസ്സിലായത് എന്താ വെച്ചാൽ ഈ കാർട്ടൂൺ കാണുമ്പോൾ എല്ലാ കുട്ടികളും ഒരു ട്രാൻസ് അവസ്ഥയിലേക്ക് പോകണമെന്നാണ് പറയണത്. അതായത് ട്രാൻസ് അവസ്ഥയിലേക്ക് ഒരാൾ പോകുമ്പോൾ അത് വീണ്ടും അത് കിട്ടാൻ വേണ്ടിയിട്ട്, ആ അവസ്ഥ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുന്നു അത്ര. അതാണ് ഈ കെമലിയോൺ കാർട്ടൂണിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ട്രാൻസ് അവസ്ഥ അതിലുണ്ടാവാൻ വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കെമലിയോൺ കാർട്ടൂണിൽ കളറിങ്, ഐ സാച്ചുറേറ്റഡ് കളറിങ്, കാർട്ടൂൺ ഒന്നാമത് ഐ സാച്ചുറേറ്റഡ് ആയിരിക്കും, പക്ഷേ അതിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ഐ സാച്ചുറേറ്റഡ് വസ്തുക്കളും, അതുപോലെ 1/2 സെക്കൻഡ്സിൽ മില്ലി സെക്കൻഡ്സിനുള്ളിൽ കട്ട്സും, അതുപോലെ തന്നെ സൗണ്ട് എഫക്റ്റ്, മ്യൂസിക് അടക്കം ഇവർ ട്രാൻസ് മ്യൂസിക്കാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീൽ അവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ റിപ്പീറ്റ് അടിച്ച് ആൾക്കാർ കാണുന്നുണ്ട്. അതുമാത്രമല്ല, ആ കാർട്ടൂണിൻ്റെ പ്രോഗ്രാം ഇവർ സംരക്ഷണം ചെയ്ത് കഴിഞ്ഞാൽ, കാർട്ടൂൺ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അവരത് റിയൽ ലൈഫിൽ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതും കൂടി കാർട്ടൂണിൻ്റെ വിസിബിലിറ്റിക്ക് ഭയങ്കര കൂടുതലായി. അതും ഈ കാർട്ടൂണിൻ്റെ ഒരു മെച്ചമാണ്. അപ്പോൾ പണ്ട് ഈ ട്രാൻസ് എഫക്റ്റും ഇതുപോലെ ഐസാച്ചുറേറ്റഡ് ആക്ച്വലി സിനിമയിൽ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. മെയിനായിട്ട് നമ്മുടെ ലോകത്തിൽ കൊമേഴ്ഷ്യൽ സക്സസ്ഫുള്ളി ഡയറക്ടർ ശരിക്കും പറഞ്ഞാൽ മൈക്കിൾ ബേ ആണ്. അത് നമുക്ക് പലർക്കും അറിയില്ല. അത്യാവശ്യം സിനിമ എപ്പോഴും കാണുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഈ ആളുടെ സിനിമയിൽ മെയിനായിട്ട് ഈ ഐസാച്ചുറേഷൻ കളറ്, അതുപോലെ ന്യൂഡിറ്റി, അതുപോലത്തെ VFX ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലത്തെയുള്ള സൗണ്ട് എഫക്റ്റ്, മ്യൂസിക്കൊക്കെ അങ്ങനെയായിരിക്കും. അപ്പോൾ ഇതെന്താ വെച്ചാൽ മൈക്കിൾ ബേ സംവിധാനം ചെയ്ത എല്ലാ സിനിമയ്ക്കും ആക്ച്വലി ഇങ്ങനെ ഒരു പാറ്റേൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് ടീനേജ് കുട്ടികൾ നന്നായിട്ട് മൈക്കിൾ ബേ സിനിമ കാണുന്നുണ്ട് മെയിനായിട്ട്. അപ്പോൾ അതൊരു ബിസിനസ് തന്ത്രമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സിനിമ എടുക്കുകയാണെങ്കിലും കാർട്ടൂൺ എടുക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ നിങ്ങളൊരു ഫുഡ് ഇറക്കുകയാണെങ്കിലും, ഇതുപോലെ ട്രാൻസ് എഫക്റ്റിലേക്ക് അവസ്ഥയിലേക്ക് ആൾക്കാർ കൊണ്ടുപോകുന്ന ടെക്നിക്സ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിലായാലും എന്തിലെ സർവീസിലായാലും നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അത് റിപ്പീറ്റ് അടിച്ച് ആൾക്കാർ അത് റിപ്പീറ്റ് വാല്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കും.